തൊടുപുഴയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പേർ കുടുങ്ങുമോ? മുഖ്യപ്രതി ജോമോന്റെ ഭാര്യയെയും പ്രതി ചേർക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ ജോമോന്റെ ഭാര്യയും കൂട്ടുനിന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന കൊട്ടേഷൻ സംഘം ആദ്യമെത്തിയത് ഇവരുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ഇടിവള ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദനം. മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം മാൻഹോളിൽ കൊണ്ടുപോയി തള്ളിയത്. മാർച്ച് 20 പുലർച്ചെയാണ് തൊടുപുഴ സ്വദേശി ബിജുവിനെ മുഖ്യപ്രതി ജോമോനും സംഘവും തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. ബിജുവിനെ ആദ്യം എത്തിച്ചത് ഒന്നാം പ്രതിയായ ജോമോന്റെ വീട്ടിലേക്കെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. ജോമോന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലേക്ക് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു ആദ്യം ആലോചിച്ചത്. എന്നാൽ യാത്രക്കിടെ ജോമോന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. ബിജുവിനെ വാനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോമോന്റെ ഇളയ മകൻ ഉപയോഗിക്കുന്ന മുറിയിലേക്കാണ് ബിജുവിനെ കൊണ്ടുപോയത്. ഇവിടെയും മർദ്ദനം തുടർന്നു. പിന്നീട് ഇടിവള ഉപയോഗിച്ച് ബിജുവിനെ തുടർച്ചയായി മർദ്ദിച്ചു. ക്രൂരമായ ആക്രമണത്തിനിരയായ ബിജു മരിച്ചെന്ന് മനസ്സിലായത് ജോമോന്റെ വീട്ടിൽ വച്ചാണ്. തുടർന്നാണ് മൃതദേഹം ഗോഡൌണിലെത്തിച്ച് മാൻഹോളിൽ കുഴിച്ചു മൂടിയത്. ബിജുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ജോമോന്റെ ഭാര്യ കണ്ടിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ ജോമോന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. മൂന്നാം പ്രതി മുഹമ്മദ് അസ്ലമും ഒന്നാം പ്രതി ജോമോനും കൃത്യം നടക്കുമ്പോൾ ഇട്ടിരുന്ന ചോര പുരണ്ട വസ്ത്രവും ബിജുവിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച 2 ഇടിവളകളും തെളിവെടുപ്പിൽ കണ്ടെടുത്തിരുന്നു. മുറിയിലും വസ്ത്രത്തിലും പുരണ്ട രക്തം ബിജുവിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും. ജോമോന്റെ വീട്ടിലെ തറയിൽ നിന്ന് രക്തക്കറ തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ജോമോന്റെ ഭാര്യയുടെ പങ്കാളിത്തം പോലീസ് സംശയിക്കുന്നത്. വീടിന് മുറ്റത്ത് തീ കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. രക്തം പുരണ്ട വസ്ത്രങ്ങളാണോ കത്തിച്ചതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാകും പ്രതിപട്ടിക വിപുലീകരിക്കുകയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 തൊടുപുഴ.